ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ശിവാനന്ദ മഹാരാജ് എഴുതിയ ദിവ്യാനന്ദം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് ശ്രീമതി വസന്തലക്ഷ്മി. അവതാരിക. ലോകം മുഴുവൻ യോഗി, ഋഷിവര്യൻ, ആധ്യാത്മിക ആചാര്യൻ എന്ന് ആരാധനാപൂർവം കരുതപ്പെടുന്ന ശ്രീ സ്വാമി ശിവാനന്ദ മഹാരാജിൻ്റെ മഹത്വവും ദൈവിക സ്വഭാവവും വർണ്ണനാതീതമാണ്. അദ്ദേഹം ഒരു ദീർഘദർശിയും ആത്മീയാചാര്യനും സാമൂഹിക പരിഷ്കർത്താവും ആയിരുന്നു. ആധുനിക മനുഷ്യരാശിയുടെ ധാർമ്മികവും ആത്മീയവുമായ നിലവാരം ഉയർത്തുന്നതിനായി അമൂല്യമായ സേവനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സത്സംഗങ്ങളുടെയും പ്രഭാഷണങ്ങളുടെയും ജ്ഞാനോപദേശങ്ങളുടെയും സമാഹാരമാണ് ഈ ഗ്രന്ഥം. അജ്ഞാനാന്ധകാരത്തിൽ ഉഴലുന്ന മനുഷ്യർക്ക് ഒരു മാർഗദീപമാണ് ഇത്. തിരുനെൽവേലിയിലെ പട്ടമട എന്ന സ്ഥലത്ത് വെങ്കു അയ്യരുടെയും പാർവതി അമ്മാളുടെയും മൂന്നാമത്തെ പുത്രനായി 1887 സെപ്റ്റംബർ 8 ജനിച്ചു. കുപ്പസ്വാമി എന്നായിരുന്നു പേര്. വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ശേഷം മലയയിൽ 10 വർഷം സേവനമനുഷ്ഠിച്ചു. ഭാരതത്തിലേക്ക് തിരിച്ചു വന്നതിനു ശേഷം ദേശാടനം ചെയ്യുന്നതിനിടയിൽ ഋഷികേശിലെത്തി. അവിടെ വച്ച് വിശ്വാനന്ദ സരസ്വതി സ്വാമിയെ കാണുകയും അദ്ദേഹത്തിൽ നിന്ന് സന്യാസ ദീക്ഷ സ്വീകരിക്കുകയും ചെയ്തു. ഗുരു ശിവാനന്ദ സരസ്വതി എന്ന നാമം നൽകി. 1936 ഡിവൈൻ ലൈഫ് സൊസൈറ്റി സ്ഥാപിച്ചു. 1963 ജൂലൈ 14 സമാധിയായി. സത്സംഗങ്ങളും ജ്ഞാനോപദേശങ്ങളും സമാഹരിച്ച് ഒരു പുസ്തകമാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷം ശിഷ്യനായ അനന്ത നാരായണൻ തൻ്റെ കഠിന പ്രയത്നത്തിലൂടെ അത് സാധ്യമാക്കി. 86 അധ്യായങ്ങളിലായി ഭാരത സംസ്കാരത്തിൻ്റെ സാരം, ആദർശം, വൈശിഷ്ട്യം ഇവ ഉദാഹരണസഹിതം വ്യക്തമാക്കിയിട്ടുണ്ട്. ഭയം, സംശയം, കുറ്റകൃത്യങ്ങൾ, സംഘർഷങ്ങൾ, കലഹം, മത്സരം ഇവയുടെ കലവറയാണ് ഇന്നത്തെ ലോകം. ആത്മീയതയിലൂടെ, സദാചാരങ്ങളിലൂടെ, സേവനത്തിലൂടെ ഇതിനെ മറികടന്ന് ശാന്തസുന്ദരമായ ഒരു ലോകം സൃഷ്ടിക്കാമെന്ന് അദ്ദേഹം ഇതിലൂടെ കാണിച്ചു കൊടുത്തു. അഹിംസ, കോപം, ഭയം, സന്തോഷം, സ്നേഹം, പുരാണങ്ങൾ, ഗീത, ഗംഗ, ഉപനിഷത്തുക്കൾ, വേദം, ഗുരു, ഈശ്വരൻ, ജപം, യേശുദേവൻ, ശ്രീകൃഷ്ണൻ, ബുദ്ധൻ തുടങ്ങിയ അവതാരങ്ങൾ, ഹിന്ദുമതം, ക്രിസ്തുമതം, ഇസ്ലാം, യഹൂദമതം തുടങ്ങിയ മതങ്ങൾ, പതഞ്ജലി യോഗം, പ്രാണായാമം, പ്രാർത്ഥന, ജനനം, മരണം തുടങ്ങി 86 വിഷയങ്ങളെക്കുറിച്ചുള്ള ലേഖനങ്ങൾ ഇതിലുണ്ട്. ഓരോ വിഷയങ്ങളും പല കോണുകളിലൂടെയും അപഗ്രഥിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അഹിംസ എന്ന ലേഖനത്തിൽ അഹിംസയുടെ അർത്ഥം, അതിൻ്റെ സൂക്ഷ്മ രൂപങ്ങൾ, അത് ബലവാന്റെ ഗുണമാണെന്ന വിഷയം, പരിശീലനം കൊണ്ടുള്ള ഗുണങ്ങൾ, അഹിംസയുടെ ശക്തി, അത് പരിശീലിക്കുന്നതിലെ പരിമിതികൾ, അതിൻ്റെ സാർവലൗകികത്വം ഇവ വിവരിച്ചിരിക്കുന്നു. ധൈര്യശാലിക്ക് മാത്രമേ അഹിംസ പരിശീലിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ജയദേവൻ്റെയും പവഹരി ബാബയുടെയും ജീവിതത്തിലെ സംഭവങ്ങളിൽ നിന്ന് എടുത്ത് ഉദാഹരിക്കുന്നു. അത് ഒരു സാർവലൗകിക വ്രതമാണെന്നും ലോകത്തിലെ ജനസമൂഹം അത് ആചരിക്കേണ്ടതാണെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. ഈശ്വരാവതാരങ്ങൾ മനുഷ്യന്റെ ഉത്കർഷത്തിന് വേണ്ടിയാണ്. ധർമ്മക്ഷയം സംഭവിക്കുമ്പോൾ ധർമ്മത്തെ സ്ഥിരമായി പുനഃസ്ഥാപിക്കാനും സജ്ജന സംരക്ഷണത്തിനും ദുർജന നിഗ്രഹത്തിനും ഞാൻ യുഗങ്ങൾ തോറും ജനിക്കും എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു. ഒരു നീരുറവയിലെ ജലം കുറച്ചു പേർക്ക് മാത്രം ദാഹശാന്തി നൽകുന്നത് പോലെ ജീവൻ മുക്തൻ ജ്ഞാനി കുറച്ച് ആളുകൾക്ക് മാത്രം ശാന്തി നൽകുന്നു. അവതാരങ്ങൾ ഊർജ്ജസ്വലരാണ്. ആയിരക്കണക്കിന് ജനങ്ങളെ അജ്ഞാനാന്ധകാരത്തിൽ നിന്ന് കരകയറ്റി ശാന്തിയുടെ തീരത്തെത്തിക്കാൻ അവതാരങ്ങൾക്ക് കഴിയുമെന്ന് അദ്ദേഹം പറയുന്നു. അവതാരങ്ങളിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടാമെന്ന് തുക്കാറാം, സൂർദാസ്, രാംദാസ്, മീരാബായി തുടങ്ങിയവർ ഉയർന്ന ആത്മീയ തലത്തിൽ എത്തിയതിൽ നിന്നും മനസ്സിലാക്കാം. ഭാഗവത പുരാണത്തിൽ അതിൻ്റെ ഉൽപ്പത്തി, വൈശിഷ്ട്യം, അവതാരങ്ങൾ, പുരാണത്തിൻ്റെ സ്വഭാവം എന്നിവ വിവരിച്ചിരിക്കുന്നു.
ഈശ്വരനെ ലഭിക്കാനുള്ള സുഗമമായ മാർഗം ഭക്തിയാണ്. ഒരു ഭക്തൻ പൂർണ്ണമായും സംതൃപ്തിയോടെ സമർപ്പണം ചെയ്യുമ്പോൾ ഈശ്വരൻ അവന്റെ ദാസനാകുന്നു. ആത്മസമർപ്പണത്തോടെ അഹങ്കാര ലേശമില്ലാതെ വിളിച്ചാൽ ഭഗവാൻ സഹായിക്കുമെന്ന് ദ്രൗപദിയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഭക്തിയെ എങ്ങനെ പരിപോഷിപ്പിക്കാം? നവവിധ ഭക്തി, അപരാഭക്തി, പരാഭക്തി എന്നിവയെല്ലാം ഭക്തി എന്ന പ്രബന്ധത്തിൽ അടങ്ങിയിരിക്കുന്നു. ബുദ്ധമതത്തിൽ അഷ്ടാംഗമാർഗം, ബുദ്ധന്റെ ഉപദേശങ്ങൾ മുതലായവ അടങ്ങിയിരിക്കുന്നു. മനുഷ്യന്റെ ജന്മമല്ല, അവന്റെ യോഗ്യതയാണ് സമുദായത്തിലെ നില നിർണയിക്കുന്നതെന്ന് ബുദ്ധൻ അഭിപ്രായപ്പെട്ടു. ജാതി വ്യവസ്ഥയും യജ്ഞങ്ങളിലെ മൃഗബലിയും നിർത്തലാക്കുന്നതിനായി അദ്ദേഹം തന്റെ ശക്തിയും സമയവും വിനിയോഗിച്ചു. ഇന്നത്തെ ലോകത്ത് ബുദ്ധന്റെ ഉപദേശങ്ങൾക്ക് സ്വീകാര്യത ഏറുന്നു. രാജാധിപന്മാർ തമ്മിലുള്ള വിശ്വാസക്കുറവ്, പക, വെറുപ്പ്, പക്ഷഭേദം ഇവ വളർന്ന് മാനവ സംസ്കാരത്തിന്റെ ഘടന തന്നെ തകരുന്നതായി തോന്നുന്നു. അഹിംസയും മൈത്രിയും സ്നേഹവും കൊണ്ട് പകയെയും വെറുപ്പിനെയും മാറ്റുമെന്ന് പവിത്രമായ വ്രതം എടുക്കേണ്ടതാണെന്ന് സ്വാമി ശിവാനന്ദജി ഇതിൽ ഊന്നി പറയുന്നു. ഇന്നത്തെ ലോകത്തിൽ സംസ്കാരത്തിന് സംഭവിച്ച ച്യുതിയെക്കുറിച്ച് വിശദമായി വിവരിക്കുന്നു. വേഷവിധാനത്തിലും ആഡംബര വസ്തുക്കൾ സമാഹരിക്കുന്നതിലും ആളുകൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നു. പണം സമ്പാദിക്കുക മാത്രമാണ് ലക്ഷ്യം. സുഖസൗകര്യങ്ങൾ നൽകുന്ന സാധനങ്ങൾ വാങ്ങുന്നതിനായി കൈക്കൂലി വാങ്ങുന്നു. സംസ്കാരം ലോപിക്കുമ്പോൾ സ്വഭാവദൂഷ്യം സംഭവിക്കുന്നു. കാര്യാകാര്യ വിവേചനം, ശരിയായ ചിന്ത എന്നിവ തിരോധാനം ചെയ്തു. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അനാസക്തി, ആത്മസംയമനം, പരിശുദ്ധി, നിസ്വാർത്ഥ സേവനം, വിശ്വപ്രേമം എന്നീ ഗുണങ്ങൾ ഒത്തുചേർന്ന ഒരു ജീവിതം നയിക്കുകയാണ് വേണ്ടതെന്ന് സ്വാമിജി ഉത്ബോധിപ്പിക്കുന്നു. ഒരു മെഴുകുതിരിയിൽ നിന്ന് 1000 മെഴുകുതിരികൾ കത്തിച്ചാൽ എല്ലാ മെഴുകുതിരികളിലും ഒരേപോലെ പ്രകാശം ഉണ്ടാകുന്നത് പോലെ എല്ലാ വസ്തുക്കളും സൃഷ്ടിച്ചതിനു ശേഷം ഈശ്വരൻ എല്ലാത്തിൻ്റെയും ആത്മാവായും ശ്വാസമായും അസ്തിത്വമായും നിലകൊള്ളുന്നു. ജ്വലിക്കുന്ന അഗ്നിയിൽ നിന്നുയരുന്ന ആയിരക്കണക്കിന് സ്ഫുലിംഗങ്ങൾ സമാനമായിരിക്കുന്നത് പോലെ ബ്രഹ്മത്തിൽ നിന്ന് എല്ലാ ലോകങ്ങളും, ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന എല്ലാ മൃഗങ്ങളും, ദേവന്മാരും എല്ലാ ജീവികളും നിർഗമിക്കുന്നു എന്ന് സൃഷ്ടിയിൽ പറയുന്നു. മരണം അമരത്വത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുന്നു. മനുഷ്യന്റെ പൂർണ്ണ വികാസമാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ് എന്നിവയ്ക്ക് യോജിച്ച വികാസം ഉണ്ടാകുന്ന തരത്തിലായിരിക്കണം വിദ്യാഭ്യാസം. വിദ്യാർത്ഥികൾ സത്യസന്ധരും ധാർമ്മികരും നിർഭയരും വിനീതരും കാരുണ്യമുള്ളവരും ആയിരിക്കണം. പുരാതന കാലത്തെ ഗുരുകുലങ്ങളിലെ വിദ്യാർത്ഥികൾ ഈ ഗുണങ്ങൾ ഉള്ളവരും സദാചാര തൽപരരുമായിരുന്നു. ഇന്നത്തെ വിദ്യാർത്ഥികളിൽ ഈ ഗുണം ഇല്ല. നിരീശ്വരവാദികളും ഭൗതികവാദികളും ആണവർ. അവർ പാശ്ചാത്യരെ അനുകരിക്കുന്നുണ്ടെങ്കിലും അവരുടെ പ്രശംസനീയ ഗുണങ്ങളായ ആത്മത്യാഗം, ദേശസ്നേഹം, സേവന മനോഭാവം, കൃത്യനിഷ്ഠ, സ്ഥിരോത്സാഹം, സഹിഷ്ണുത, പാണ്ഡിത്യം ഇവ അനുകരിക്കുന്നില്ല. പ്രായോഗിക ആത്മീയ ജീവിതത്തിൽ യുവാക്കൾക്ക് പരിശീലനം ആവശ്യമാണെന്ന് സ്വാമി ശിവാനന്ദജി ചൂണ്ടിക്കാണിക്കുന്നു. ഇന്നത്തെ വിദ്യാഭ്യാസം പുരാതന ഗുരുകുലങ്ങൾക്ക് അനുസൃതമായി പുനരുജ്ജീവിപ്പിക്കുകയും പരിഷ്കരിക്കുകയും വേണമെന്ന് വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. വിഷ്ണുവിൻ്റെ രൂപമായി ഗംഗയെ വിവരിക്കുന്നു. ഗംഗ പരിശുദ്ധയാണ്. ഗംഗ എപ്രകാരം തടസ്സങ്ങളെ അഭിമുഖീകരിച്ച് ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നുവോ അതുപോലെ സാധകൻ തൻ്റെ സാധനയിലെ വിഘ്നങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിൽ എത്തണം. ഗീത ഈശ്വരൻ്റെ ശബ്ദമാണ്, ഗാനമാണ്. ബ്രഹ്മനിഷ്ഠനായ ഒരു ഗുരുവിൽ നിന്ന് ഗീത ദൃഢവിശ്വാസത്തോടും ഏകാഗ്ര ഭക്തിയോടും പരിശുദ്ധിയോടും പഠിക്കണമെന്നും ജീവിതത്തിൽ പകർത്തണമെന്നും അദ്ദേഹം ഉപദേശിക്കുന്നു. ഹിന്ദുമതം മനുഷ്യൻ്റെ യുക്തിസഹമായ മനസ്സിന് പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിക്കുന്നു. അത് സ്വാതന്ത്ര്യത്തിൻ്റെ മതമാണ്. ശ്രുതി, സ്മൃതി എന്നിവയാണ് ഹിന്ദുമതത്തിൻ്റെ 2 പ്രാമാണ്യ പ്രഭവ സ്ഥാനങ്ങൾ. ശ്രുതി പ്രകാശനവും സ്മൃതി പാരമ്പര്യവുമാണ്. നേരിട്ടുള്ള അനുഭവങ്ങൾ വരും തലമുറയുടെ പ്രയോജനത്തിനായി രേഖപ്പെടുത്തിയത് ശ്രുതിയും അനുഭവങ്ങളുടെ സ്മരണ സ്മൃതിയുമാണ്. ഹിന്ദുമതം സാർവലൗകികവും ഉദാരവും സഹിഷ്ണുത ഉള്ളതുമാണ്.
അധിനിവേശങ്ങളെ ചെറുത്തുകൊണ്ട് ഹിന്ദുമതം എങ്ങനെ നശിക്കാതെ നിലനിന്നു എന്നും ഇതിൽ വിവരിക്കുന്നു. സത്യത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സാധകൻ 4 മോക്ഷോപായങ്ങൾ, സാധനാ ചതുഷ്ടയങ്ങളായ വിവേകം, വൈരാഗ്യം, ഷഡ്സമ്പത്തുക്കൾ, മുമുക്ഷുത്വം എന്നിവ കൊണ്ട് സ്വയം സജ്ജമാകണം. സത്തും അസത്തും തമ്മിൽ, നിത്യാനിത്യങ്ങൾ തമ്മിൽ, ആത്മാവും അനാത്മാവും തമ്മിൽ തിരിച്ചറിയാനുള്ള കഴിവാണ് വിവേകം. രാഗദ്വേഷങ്ങളില്ലാത്ത ഒരാളാണ് വൈരാഗി. ഒരു ലൗകിക മനുഷ്യൻ രാഗദ്വേഷങ്ങളുടെ അടിമയാണ്. വാസനാ നിർമാർജനം വഴി ഉണ്ടാകുന്ന മനസ്സിന്റെ ശാന്തത, പ്രസന്നത ശമവും, ഇന്ദ്രിയ നിയന്ത്രണം ദമവും, തൃപ്തി ഉപരതിയുമാണ്. സഹിഷ്ണുത തിതിക്ഷയും, ഏകാഗ്രമായ മാനസിക സന്തുലിതാവസ്ഥ സമാധാനവുമാണ്. ജനന മരണചക്രങ്ങളിൽ നിന്നുള്ള മോചനമാണ് മുമുക്ഷത്വം. ഈ 4 മോക്ഷോപായങ്ങളെക്കുറിച്ചും ഇതിൽ വിവരിച്ചിട്ടുണ്ട്. നീർപ്പോള പോലെയുള്ള മനസ്സിന്റെ മൗനമാണ് ആവശ്യം. മൗനവ്രതം എടുക്കുമ്പോഴും മനസ്സിൽ രൂപങ്ങൾ, സങ്കല്പങ്ങൾ, സ്മരണകൾ എന്നിവ ഉണ്ടായിക്കൊണ്ടിരിക്കും. ബുദ്ധി പ്രവർത്തനം അവസാനിപ്പിക്കുകയും ആന്തരിക സൂക്ഷ്മബോധം തികഞ്ഞ വിശ്രമത്തിലാകുകയും ചെയ്യുമ്പോൾ മനസ്സ് നിശബ്ദയാകുന്ന സമുദ്രത്തിൽ, ബ്രഹ്മത്തിൽ വിശ്രമിക്കും. അപ്പോൾ മാത്രമേ യഥാർത്ഥ മൗനം ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. മൗനം ആചരിച്ചാലുള്ള ഫലങ്ങളെക്കുറിച്ചും ഇതിൽ വിവരിച്ചിട്ടുണ്ട്. ഭക്ഷണം മനസ്സിനെ സ്വാധീനിക്കുമെന്ന് സസ്യഭോജനത്തിൽ പറയുന്നു. ഗീതയിൽ ഭഗവാൻ 3 വിധം ഭക്ഷണക്രമത്തെപ്പറ്റി പറയുന്നുണ്ട്. ചൈതന്യം, ഊർജം, ഓജസ്, ആരോഗ്യം, സന്തോഷം എന്നിവ വർദ്ധിപ്പിക്കുന്നതും അഭിമതവുമായ ഭക്ഷണം സാത്വികം. പുളി, ഉപ്പ്, അമിതമായ എരിവ് ഇവ ഉള്ള ഭക്ഷണം രാജസീകം. പഴകിയതും അശുദ്ധമായതും രുചിയില്ലാത്തതും ചീഞ്ഞതും താമസികം. മനുഷ്യന് വേണ്ടത് സമീകൃത ആഹാരമാണ്, സമൃദ്ധമായതല്ല. ജീവിതം അതിൻ്റെ ഉത്ഭവത്തിലും ഉള്ളടക്കത്തിലും അർത്ഥത്തിലും ദൈവീകമാണ്. എല്ലാവരിലും ഒരു ദൈവീക സ്ഫുലിംഗം ഉണ്ട്. സ്വതസിദ്ധമായ സ്വഭാവമാണ് ആനന്ദം. ആനന്ദത്തിനും ദൈവീക പ്രകൃതിക്കും ഉള്ള പ്രതിബന്ധങ്ങൾ മനസ്സിലാണ്. മനസ്സിനെ ജയിക്കുന്നതിലാണ് ആനന്ദം. ഈ പുസ്തകം സമാധാനവും ആശ്വാസവും ജ്ഞാനവും വിശദീകരണവും നൽകുന്നു. വളരെ സരളമായ വിവരണം, വളരെയധികം ഉപമകളിലൂടെ ഒരു വിഷയം അദ്ദേഹം മനസ്സിലാക്കി തരുന്നു. ദുരൂഹതകളിൽ നിന്നും അവ്യക്തതകളിൽ നിന്നും സ്വതന്ത്രമായ ഒരു തുറന്ന പാതയെ സാധകർക്ക് വ്യക്തമായി ഈ പുസ്തകം കാണിച്ചു കൊടുക്കുന്നു. ഇതിലെ പ്രബന്ധങ്ങൾ പ്രബലമായ ആത്മീയ ജ്ഞാനം കൊണ്ട് സമ്പന്നമാകുന്നു. പഠനത്തിലൂടെയും ധ്യാനത്തിലൂടെയും ആവശ്യമായ ജ്ഞാനം നേടുന്നതിലൂടെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും ദൈവികതയുടെ ഒരു യോഗമായി പരിവർത്തനപ്പെടാമെന്ന് സ്വാമി ശിവാനന്ദജി പറയുന്നു. ഈ ലേഖനങ്ങളെക്കുറിച്ചുള്ള ഗ്രാഹ്യം വായനക്കാരുടെ ഹൃദയങ്ങളെ പ്രചോദിപ്പിക്കുകയും ആത്മാവിനെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഇതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള മനനം ആത്മാവിൻ്റെ ആനന്ദത്തിൻ്റെയും ദൈവിക സ്വഭാവത്തിൻ്റെയും രഹസ്യം വെളിപ്പെടുത്തുന്നു. ഈ ഗ്രന്ഥം സാധാരണ ജനങ്ങൾക്കും സാധകന്മാർക്കും ആകാംക്ഷ ഉള്ളവർക്കും അമൂല്യമായ മാർഗനിർദ്ദേശം നൽകും. ശ്രീമതി വസന്തലക്ഷ്മി.